നമ്മളെ റിജക്ട് ചെയ്തവരുടെ മുമ്പിലൂടെ, നമ്മളെ ഇൻസൾട്ട് ചെയ്തവരുടെ മുമ്പിലൂടെ, നമ്മളെ കളിയാക്കിയവരുടെ മുമ്പിലൂടെ ഒരു മാസീവ് സക്സസ് നടത്തിയിട്ട് പോകുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, ഇത് വേറെ ലെവലായിരുന്നു. ദ ബെസ്റ്റ് റിവഞ്ച് ഈസ് മാസീവ് സക്സസ് എന്നാണ്. ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വൻ വിജയമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊരാളോട് പകയും വിദേശം കൊണ്ട് നടക്കാതെ നമ്മളെ ഇൻസൾട്ട് ചെയ്തവരുടെ മുമ്പിലൂടെ വിജയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇവിടെ പിന്നെ മുസാജിയൊക്കെ ഫസ്റ്റിൽ വന്ന സമയത്ത് ഇവിടെ 2-3 തവണ വന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം അന്നൊക്കെ പിന്നെ വരാതായത് എന്ന് പറഞ്ഞാൽ ഈ മൈക്കിടെ മുന്നിൽ നീച്ചു നിന്ന് 2 വാക്ക് പറയാൻ പറ്റാത്ത കൊണ്ട് മാറി നടക്കുകയായിരുന്നു. ഇപ്പം അതല്ല, ഇപ്പം എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് വളർന്നെന്നുള്ള രീതിയിൽ വരേണ്ട രീതിയിലേക്ക് ഇവിടെ എത്തി. അപ്പോൾ പലവരും അതേപോലെ ഇപ്പോൾ നാരായണത്തപ്പോൾ പറഞ്ഞു, നാരായണനെ നമ്മളിപ്പോൾ പല പരിപാടിയിലും ഞങ്ങൾ ഒരുമിച്ചിരിക്കും. അടുത്തതായിട്ട് ആശംസ പ്രസംഗം കോൺഗ്രസിൻ്റെ നേതാവ് സ്ഥാനമൊക്കെ പറഞ്ഞിട്ട് നാരായണനെ ക്ഷണിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എല്ലാ ആശംസകളും അവർ നിർത്തുന്നു, നേരെ അവിടെ പോയിരിക്കും ചെയ്യും. ആ രീതിയിലൊക്കെ പോയി ഇപ്പോൾ 1-2 വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അതേപോലെ മൻസൂർ അങ്ങനെയുള്ള ഓരോ ആളുകളും ഇവിടെ വന്നതിന് ശേഷം വളരെ അധികം സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ മുസാജിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രത്യേക ശൈലിയാണ്. മുസാജിക്ക് വേറൊരു വിഷയങ്ങളൊന്നും ഇപ്പോൾ ഫൈസൽ സാറ് പറഞ്ഞ എന്തെങ്കിലും എടുക്കേണ്ടതില്ല. മുസാജി മൂപ്പര ജീവിതത്തിൻ്റെ പ്രശ്നം, മൂപ്പര ബിൽഡിങ്ങിൻ്റെ ആ ഫൈൻ ഒഴിവാക്കിയ ആ വിഷയം തന്നെ പറഞ്ഞേക്ക് അത് അവസാനം വരെ പറയാനുള്ള ആ സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഓരോരുത്തരും ഓരോരോ രീതിയിൽ സംസാരിക്കുമ്പോൾ അതേപോലെ എന്താ പേരെന്നറിയില്ല, ഇങ്ങനെ നല്ലൊരു പ്രസംഗമായിരുന്നു, നല്ല സൗണ്ടും കാര്യങ്ങളും, നല്ലൊരു അജ്മൽ, നല്ല ഉഷാറായ പ്രസംഗമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സംഘടനയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആശംസ അറിയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായി ഇതിനെ അധ്യക്ഷം വഹിക്കുന്ന ഫൈസൽ സാറിനെ പറ്റിയിട്ടാണ് പറയേണ്ടത്. അത് മുസാജിനെ പറ്റി പറഞ്ഞേക്ക് അത് വിട്ടുപോയി. നല്ല രീതിയിൽ നമ്മളെല്ലാവരെയും ഒത്തുചേർത്ത് നിർത്തി അധ്യക്ഷ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഫൈസൽ സാറിനെ ആദ്യം അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഞാൻ നമ്മളിവിടെ നല്ലൊരു സംഘടന പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. സി എസ് സെൻറ്ററിനെ ആ സംഘടന പറ്റിയിട്ട് 4 വാക്ക് പറയാന്നുള്ളതാണ്. ആ സംഘടന ഇവിടെ പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ മുഖ്യ അതിഥിയായിട്ട് ഉള്ള ആൾ അൻവർ മുഹ്യിദ്ദീൻ ഉദവി എന്ന് പറഞ്ഞൊരു പ്രാസംഗികനാണ്. അതിപ്പോൾ പേര് കേട്ട എല്ലാവർക്കും അറിയാം. അതിൻ്റെ ചെയർമാനും കൺവീനറും അവരൊക്കെ ആയിട്ട് അതിൻ്റെ സംഘാടകർ വളരെ രീതിയിൽ നന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തൊരു വിഷയം നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ ആർക്കും വരാതിരിക്കട്ടെ, പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിൽ പെട്ടെന്ന് ഒന്നും നോക്കാതെ 25,000 രൂപ എടുത്തു കൊടുക്കാനുള്ള ഈ സംഘടന കൊണ്ട് ഇവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സഹായം ഫ്രീയായിട്ട് ഉള്ള സഹായങ്ങളും ബെഡ്, വാക്കർ, അങ്ങനെ ഒരു രോഗിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സംഘടിപ്പിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അതേപോലെ ഈ സംഘടനയാണ് CS സെൻറ്റർ എന്ന് പറഞ്ഞത്. ആ CS സെൻറ്റർ പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട്, തിരുവനന്തപുരം എല്ലാ ഭാഗങ്ങളും എല്ലാവർക്കും അതിനെപ്പറ്റി നല്ല അറിയാവുന്നൊരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ആളുകൾ ഇവിടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ അതേ രീതിയിൽ പോകുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ നമ്മളുടെ തപസ്യ വായനശാല. തപസ്യ വായനശാലയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതി കൊല്ലം അതിൻ്റെ വാർഷികവും കാര്യങ്ങളൊക്കെ നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അവർ സ്വന്തമായി 3 സെന്റ് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്തിൽ ബിൽഡിങ് കയറ്റുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MLA 10 ലക്ഷം രൂപ ബിൽഡിങ്ങിലേക്കുള്ള സംഭാവനയും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഞങ്ങളുടെ ഈ ഒരു നാടിനൊരു വലിയൊരു കൂട്ടായി വരുന്നൊരു സ്ഥാപനമാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതേപോലെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും ഈ പ്രസംഗ പരിശീലനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന കാര്യമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ കാര്യങ്ങളും വരുമ്പോഴും ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ സ്റ്റേജിൽ ഇരിക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ പേടി തീർന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഞാനൊക്കെ അങ്ങേയറ്റം പേടിച്ചിട്ടിരുന്നിരുന്ന ഒരു സ്റ്റേജുകളുണ്ട്. ഇനി അടുത്തത് നമ്മളെയാണല്ലോ വിളിക്കുക, ഇനി എന്താ പറയാ എന്ന് കരുതിയിട്ട് ഫോണായിട്ടൊക്കെ എങ്ങനെയാണെങ്കിൽ വിളിച്ച് ഫോണ് വരാതൊക്കെ ഫോൺ വെച്ചിട്ടാണ് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതല്ല, ഇപ്പോൾ ഒരു അവസരം കിട്ടാൻ വേണ്ടി തല്ലൂടാണ്.
എന്നെ വിളിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ പേരെന്താ അവിടെ കൊടുക്കാത്ത, അല്ലെങ്കിൽ ഇവിടെ എന്താ കൊടുക്കാത്ത, ഇവിടെ അങ്ങനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തേക്ക് എത്തിയത് ഇവിടെ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എല്ലാവരും ഈ വരുന്ന ആളുകൾ ഇപ്പം ഒരു കണ്ണൂർ കാസർഗോഡ് നിന്നോ, കാസർഗോഡ് നിന്ന് ട്രെയിൻ കയറി 5 മണിക്കൂർ യാത്ര ചെയ്ത് കുറ്റിപ്പുറത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ഇവിടെ എത്തി, ഇവിടുന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ച് അതിൻ്റെ ഒരു പരിശീലനം നേടി കാസർഗോഡിലേക്ക് തന്നെ 5 മണിക്കൂർ അങ്ങോട്ടും പോയി 10 മണിക്കൂറായി. അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ട്, അങ്ങനെ നാട്ടിൽ ഒരു അത്രയും ദൂരത്തു നിന്ന് ഒരാൾ വന്നിട്ട് ഒരു പ്രസംഗം പഠിക്കാൻ വരിക. അതേപോലെ മുസാജി ഒക്കെ വളരെ തിരക്കുള്ള ആളുകളാണ്. അതേപോലെ ഒരു മെമ്പർ ഏതാണ് കാളിക്കാവലത്താണ് പുളിക്കൽ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നൊരു മെമ്പർ. ആ മെമ്പർക്കൊക്കെ ഒരുപാട് തിരക്കുള്ള മെമ്പറാണ്. ആ മെമ്പർ ഇവിടെ വന്നിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ സമയം നോക്കിയിട്ട് അവിടുന്ന് ഇവിടെ എത്തുന്നുണ്ടെന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ വലിപ്പം എത്രയെന്ന് നമ്മൾ കണക്കാക്കണം. ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഇതിലേക്ക് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.